ഗുഡ് മോർണിംഗ് എവ്രി വൺ. തമ്മിൽ കാണുന്ന പോലെ ഇന്നൊരു സ്നോയി വർക്ക് ഡേ ആണ്, മൺഡേ ആണ്. സോ രാവിലെ തന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ബെഡ്ഷീറ്റ് നനയ്ക്കാനിട്ടു. സോ അത് നമ്മുടെ വാഷറാണ്, ഇത് നമ്മുടെ ഡ്രയറാണ്, ഇത് ഞങ്ങളുടെ ലോണ്ട്രി റൂമാണ്. സോ മൺഡേ ഇവിടെ ലേക്ക് ഹ്യൂറോൺ എഫക്റ്റ് കാരണം സ്നോ ഉണ്ട്. ഈ മൺഡേ സ്നോ ഉണ്ട്, പിന്നെ വെനസ്ഡേ നല്ലപോലെ സ്നോ ഉണ്ട്. സോ ഇന്നൊരു വർക്ക് ഫ്രം ഹോം ഡേ ആണ്. കുറേ നാളായി വീഡിയോ എടുത്തിട്ട്, അതുകൊണ്ട് ഞാൻ കരുതി ഒരു വീഡിയോ ഇട്ടാലോ എന്ന്. ഇത് നമ്മുടെ വാക്വം കേട്ടോ, അവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാക്വം ക്ലീനർ. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് പുറത്തേ ഉള്ള കാഴ്ചകളാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡിലെ കാഴ്ചകൾ കണ്ടോ. സ്നോ സ്നോ സ്നോ, കുറേ സ്നോ. ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡ് ഞങ്ങൾ ഷവലൊന്നും ചെയ്യാറില്ല. സോ ഹ്യൂഗോ അവിടെയൊക്കെ നടക്കും, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ബാക്ക് യാർഡ് നമ്മൾ ഷവൽ ചെയ്യാറില്ല. പിന്നെ രാവിലെ തന്നെ കാപ്പി നിർബന്ധമാണല്ലോ, അങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് പാലെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോഫി ഉണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ബാക്ക് യാർഡ് നോക്കി. ബാക്ക് യാർഡിലാണെങ്കിൽ നിറച്ച് സ്നോ ഉണ്ട്. നല്ല തണുപ്പുള്ള ദിവസം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്ക് -30 വരെയൊക്കെ ഫീൽസിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ കുറച്ച് തണുപ്പുള്ള ഒരു വീക്കും കൂടെയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സും ആപ്പിളും പിന്നെ കുറച്ച് നട്ട്സും റൈസൻസും കൂടെ ഇട്ടിരിക്കുന്ന ഇതായിരുന്നു. പിന്നെ ഞങ്ങളൊരു വെള്ളം കൂടെ കുടിക്കാറുണ്ട്. അതായത് ജീരകവും അജ്വൈനും മേത്തിയൊക്കെ തലേദിവസം ഇട്ട് വെച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഹ്യൂഗോ ബേബിയുടെ സ്കിൻ കെയർ റുട്ടീനാണ്. അവൻ ഈ മസാജ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ബ്രഷ് ചെയ്യുന്നത്, മസാജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വാക്വം ഉണ്ട്, ഇവരുടെ പെറ്റ് വാക്വം കിട്ടും. അത് ചെയ്തു തരുന്നതിനൊക്കെ അവൻ വളരെയധികം ഹാപ്പിയോടെ ഇരുന്ന് തരും. പിന്നെ ഇത് കഴിയുമ്പോൾ തന്നെ എനിക്ക് വർക്കിന് കയറണം. സോ വർക്കിന് കയറിയ നല്ല പണിയാണ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് എനിക്ക് ഇന്ന് ഉണ്ടാക്കാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഇന്ന് ഓർഡർ ചെയ്തു. ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരു ടാക്കോ ഷോപ്പ് ലബേരിയ, ടാക്കോ ഷോപ്പ് എന്ന് കണ്ടാണ് പേര്. അവിടുന്ന് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് പുതിയ പുതിയ സ്ഥലത്തു നിന്ന് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അവിടുന്ന് കാലിഫോർണിയ ബൊറട്ടോ ആണ് ഓർഡർ ചെയ്തത്. അതായത് ചിക്കൻ കാലിഫോർണിയ ബൊറട്ടോയാണ്. പിന്നെ നമ്മുടെ ഹ്യൂഗോ ബേബിയും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് വന്നിരിക്കുകയാണ്. അവൻ രാവിലെയൊക്കെ കുറേ നേരങ്ങൾ കുറേ നാപ്പുകൾ എടുക്കും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ പുറത്ത് നല്ല തണുപ്പാണല്ലോ, സ്നോയിൽ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാക്ക് യാർഡിൽ പോയിട്ട് തിരിച്ചു വരും. പക്ഷേ ഒരുപാട് നേരം ഒന്നും നിൽക്കില്ല. അപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്ത ഉബർ ഈറ്റ്സിൽ നിന്നുള്ള ബൊറട്ടോ വന്നത്. അവർ നല്ലൊരു കുഞ്ഞ് നോട്ടിലൊക്കെ ഫീഡ്ബാക്ക് എഴുതണമെന്നൊക്കെ പറഞ്ഞ് നല്ല ക്യൂട്ടായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ക്യൂട്ട് ജസ്റ്റർ കാണുമ്പോൾ തന്നെ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവും. സോ ഞാൻ കഴിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ ഹ്യൂഗോ ബേബിയുടെ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇത്തിരി വളരെ കുറച്ച്, ആ ഗ്രേവി ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഞാൻ ആ പുറത്തെ മൈദയുടെ ആ സ്കിൻ ടോട്ടിൽ കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട്. അപ്പോൾ അവൻ ഇച്ചിരി ഹാപ്പി ആയിക്കോളും, അതുകൊണ്ടാണ്. അല്ലാതെ അവൻ്റെ ഫുഡ് അവൻ കഴിച്ചത് കേട്ടോ. നല്ല ബൊറട്ടയായിരുന്നു. ഒരു കറി ലൈക്ക് ഫീലാണ് എനിക്ക് തോന്നിയത് ആ ബൊറട്ടോ കഴിച്ചപ്പോഴത്തേനും. ബട്ട് ഐ ലവ്ഡ് ഇറ്റ്. ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത്രയും നാൾ കഴിച്ച ബൊറട്ടോയിൽ നിന്ന് ശരിക്കും ഒരു നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബൊറട്ടോ ആയിരുന്നു. ഇനിയും ട്രൈ ചെയ്യാൻ അവസരം കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്യും. പിന്നെ അവിടുത്തെ കടയിൽ കുറേ ടാക്കോസ് കണ്ടു. നെക്സ്റ്റ് ടൈം അത് ട്രൈ ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വീക്ക് ഡേ ഏതാണ്? വീക്കെൻഡ് അല്ല കേട്ടോ, വീക്ക് ഡേ ഏതാണ്? എൻ്റെ ഫേവറേറ്റ് ഫ്രൈഡേ ആട്ടോ. എങ്ങനെയെങ്കിലും വീക്കെൻഡ് ആയാൽ മതി എന്നുള്ള ഒരു, ഇത്രയും ദിവസം തീർന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ തിരക്കും വർക്കും എല്ലാം കഴിഞ്ഞിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് ഞാൻ വീക്കെൻഡ് കരുതുന്നത്. സോ ഐ ലവ് ഫ്രൈഡേ. സങ്കടം തോന്നുന്നൊരു ദിവസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സൺഡേ നൈറ്റാണ്. വൈകുന്നേരം വരെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാർത്തിക് സൂര്യയുടെ വ്ളോഗൊക്കെ കുറച്ച് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിഷ്ടം കാർത്തിക് സൂര്യ, സുജിത് ഭക്തൻ, തനി മലയാളി, അവരുടെയൊക്കെ വ്ളോഗ്സ് ഞാൻ കാണാറുണ്ട്. സ്ഥിരമായി എല്ലാ ദിവസവും തന്നെ കാണാറുണ്ട്. പിന്നെ മേല് കഴുകിയിട്ട് വന്നു, വിളക്ക് കത്തിച്ചു, നാമം ജപിച്ചു. വൈകുന്നേരമായി, നേരത്തെ ഇവിടെ ഇരുട്ടും. ഇവിടെ ഒരു 5 മണി തൊട്ടേ ഇരുട്ടും കേട്ടോ. 5 മണിയല്ല, 4:45 തൊട്ട് ഇരുട്ടിയെന്ന് തോന്നുന്നു. പിന്നെ ഇന്നലത്തെ ഇച്ചിരി ചോറും പയറും ഒക്കെ ഞാൻ ഇച്ചിരി തൈരായിട്ടൊക്കെ മിക്സ് ചെയ്ത്, പയറും മെഴുക്കുവരട്ടി ഇച്ചിരി ഗാർലിക് ചട്നിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വാക്കിംഗ് പാഡിൽ നടന്നു. ഞാൻ TV കണ്ടിട്ടാണ് വാക്കിംഗ് പാഡിൽ നടക്കുന്നത്. അപ്പം നമുക്ക് നടക്കുന്നത് അറിയത്തില്ല, അത്ര സ്ട്രെയിൻ തോന്നത്തില്ല, നമുക്ക് ബോറടിക്കില്ല. അപ്പം ഞാൻ തനി മലയാളിയുടെ വ്ളോഗ് കണ്ടിട്ടാണ് ഞാൻ വാക്കിംഗ് പാഡിൽ നടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വാക്കിംഗ് പാഡ്. ഞാൻ വിചാരിച്ച അത്ര സ്റ്റെപ്സ് ഒന്നും നടക്കാൻ പറ്റില്ലെങ്കിലും പതുക്കെ പതുക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ട്.
ഇനി ഇന്ന് ഞങ്ങൾ സ്നോ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്നോ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ലേക്ക് ഹ്യൂറോൺ എഫക്റ്റ്. കണ്ടോ, അത് നല്ല ഡ്യൂൺസ് ഒക്കെ പോലെ, സാൻഡ് ഡ്യൂൺസ് പോലെ, സ്നോ ഡ്യൂൺസ് ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഷവൽ ചെയ്തു. സ്നോ വളരെ സോഫ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഹാർഡ് അല്ലായിരുന്നു, ഷവൽ ചെയ്യാൻ എളുപ്പമായിരുന്നു. സോ ഞങ്ങൾ അതൊക്കെ വൃത്തിയാക്കി. വെൽ ഡൺ, വെൽ ഡൺ, നന്നായിട്ട് തന്നെ ചെയ്ത്, നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നില്ലേ ഇപ്പോൾ. തിരിച്ച് വീടിനകത്ത് കയറിയ മുഖമൊക്കെ ചുമന്നിരിപ്പുണ്ടായിരുന്നു. -21 ആയിരുന്നു, ഫീൽസ് ലൈക്ക്. അങ്ങനെ രാത്രിയായി, കിടക്കാൻ സമയമായി. ഹ്യൂഗോ ബാക്ക് യാർഡിലൊക്കെ പോയി. ബാക്ക് യാർഡിൽ സ്നോ കണ്ടു, നന്നായിട്ടുണ്ട്. സോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ചെറിയൊരു സ്നോയി വർക്ക് ഫ്രം ഹോം ഡേ, മൺഡേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ടോപ്പിക്സ് ഉള്ള വീഡിയോസുമായി തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് ബൈ ഫ്രം നിർമ്മല.